എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദർശ് പൊന്മുടിക്ക് വിളിച്ചതിന് ശേഷം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അന്നേരമാണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവിടെ നന്ദുവിൻ്റെ കൂടെയാണോ അനി എന്നറിയത്തില്ല, നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതാണെങ്കിൽ അനിയും ആ കൂടെ തന്നെ കാണാനാണ് സാധ്യത എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, എങ്കിൽ അവനൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ. പിന്നെ നന്ദു ഒരു പെൺകുട്ടിയല്ലേ, നവീൻ വിവാഹം ആലോചിച്ച സ്ഥിതിക്ക് നന്ദു അവരുടെ കൂടെ പോയത് ശരിയായില്ല എന്ന് ദേവയാനി പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നയനെ ഇപ്പം പലതവണ പറഞ്ഞു കഴിഞ്ഞു നന്ദുവിന് അനിയെ ഇഷ്ടമാണ് എന്ന്. അത് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ടാണ് അവളിങ്ങനെ മാറി മാറി നടക്കുന്നത്, വിവാഹക്കാര്യം പറയുന്നത് എന്നുള്ള രീതിയിലാണ് നയന സംസാരിക്കുന്നത് എന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുവാണ്, അങ്ങനെയാണെങ്കിൽ അവൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ അവളുടെ അച്ഛനെ അമ്മയെ അറിയിക്കട്ടെ, അത് കഴിഞ്ഞ് നവീൻ്റെ വീട്ടിലും അറിയിക്കട്ടെ, അപ്പോൾ പ്രശ്നം തീരുമല്ലോ എന്ന് പറയുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം നവീൻ ഈ വിവരം നവീൻ്റെ അമ്മേനെ അറിയിച്ചിട്ടില്ല, അന്നേരം എന്താവും എന്നറിയില്ല എന്ന് പറയുമ്പം ദേവേനി പറയുവാണ്, എങ്കിൽ അങ്ങ് അറിയിക്കേ. ഈ വിവാഹാലോചന അറിയിച്ചു കഴിയുമ്പോൾ പത്മം ഇതിനെ എതിർക്കുവാണെങ്കിൽ, അവർ ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായില്ലേ, പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ അതിനുശേഷവും വിവാഹത്തെ എതിർക്കുന്നവരുണ്ട്. കനകയും ഗോവിന്ദനും ജാനകിയും ഒക്കെ ഇതിനെ എതിർക്കുന്നവരാണ്. ഇനി അവരോട് സമ്മതിച്ചാലേ ഈ ഒരു വിവാഹം നടക്കുകയുള്ളൂ, അതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോകുന്നു. ആദർശ് ഇങ്ങനെ ആകപ്പാട് ചിന്തിച്ച് നിൽപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയാണ്. അവർ എന്നും പറയുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നവീൻ നല്ല മോനാണ്, ഈ വിവാഹം ഒന്ന് നടന്നാൽ മതിയായിരുന്നു. ഇനി ഇപ്പം അവളുടെ മനസ്സിൽ നവീൻ മോൻ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇനി എല്ലാവരും കൂടി പൊന്മുടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കൂടെ നവീൻ മോൻ ഉണ്ടെങ്കിലോ, നവീൻ മോൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷത്തിന് അവർ ആഘോഷിക്കാൻ പോയതാണെങ്കിലോ എന്നൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. നവീൻ്റെ അച്ഛൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വിവാഹം നടത്തായിരുന്നു, ചിങ്ങത്തിൽ തന്നെ നടത്താം എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. ഇവരിങ്ങനെ ഇവിടെ ഭയങ്കര ചർച്ചയിലാണ്. ഈ സമയം അനിയും നന്ദുവും ആകെ ടെൻഷനിലായിരുന്നല്ലോ, അതിന് ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അനി നന്ദുവിനോട് പറയുവാണ്, ഇവിടുന്ന് വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മളങ്ങ് വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും ഓർക്കാൻ നമ്മൾ കൊതിക്കുന്ന ദിവസമായിരിക്കും ഇന്നലത്തേത് എന്നിങ്ങനെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, നിനക്ക് രസം, ഞാനിവിടെ ടെൻഷൻ അടിച്ച് മരിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹസങ്ങളൊക്കെ ഇടയ്ക്ക് കാണിക്കണ്ടേ, ഇനിയും നമുക്ക് ഇങ്ങനെയൊക്കെ വരാമെന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ വരത്തൊന്നുമില്ല, നീ വന്നാൽ മതി, എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കാൻ പറ്റിയല്ല എന്ന്. അന്നേരം അനി പറയും, എടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ ജീവിതത്തിൽ ഒരു രസമാണ്. ഇതിപ്പം നിൻ്റെ വിവാഹാലോചനയായിട്ട് നവീൻ അങ്ങോട്ട് ചെന്നതുകൊണ്ടല്ലേ, അത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താൻ നോക്കാം. അതിന് ഏറ്റവും നല്ല മാർഗം ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതല്ലേ, ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാലോ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇനി നീ പറയൊന്നും വേണ്ട, ഇതിനു മുമ്പ് എത്രയോ തവണ നിന്നോട് നവീനേട്ടൻ ഈ കാര്യം പറഞ്ഞായിരുന്നു, ആ സമയത്ത് നിനക്ക് എന്നോടൊന്ന് സൂചിപ്പിക്കാൻ മേലായിരുന്നോ, അന്ന് ചെയ്തില്ലല്ലോ. എന്നിട്ട് അന്നേരം ഒന്നും മിണ്ടാതിരുന്നിട്ട് നീ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവീനേട്ടനെ ചീറ്റ് ചെയ്തതായിട്ട് നവീനേട്ടന് തോന്നും, അത് നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നേക്കുമായിട്ട് അവസാനിക്കാൻ ഇടയാകും എന്ന് പറയുമ്പം അനിയും പറയുന്നുണ്ട്, നേരാ, ഞാൻ ഇനി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ചീറ്റ് ചെയ്ത പോലെ തോന്നും, അത് ആ ഫ്രണ്ട്ഷിപ്പ് തകർക്കൂലേ എന്ന് വയ്ക്കുമ്പം ഉറപ്പായിട്ടും, അതുകൊണ്ട് നീ ആ രീതിയിലൊന്നും സംസാരിക്കണ്ട, അല്ലാതെ എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിലും അങ്ങോട്ടേക്ക് അവിടുത്തെ സെക്യൂരിറ്റി വരും. എന്നിട്ട് പറയുന്നുണ്ട്, റോഡ് ശരിയായി, ബ്ലോക്കൊക്കെ മാറ്റി വണ്ടിയൊക്കെ കടത്തി വിടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇനി പെട്ടെന്ന് പോയിക്കോ, ഇനി വൈകിട്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുന്നു. അന്നേരം എങ്കിൽ ഞങ്ങൾ പൊയ്ക്കോളാം ചേട്ടാ, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേർക്ക് കുറച്ച് കൈമടക്കമൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് അനി പോരുന്നത്. അങ്ങേർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അന്നേരം വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് നന്ദു പറയുന്നുണ്ട്, എടാ നമുക്ക് പെട്ടെന്ന് പോകണം കേട്ടോ, അതുപോലെ വിഘ്നേഷും രാകേഷും വന്നിട്ടുണ്ടാവും, അവർ റോഡിൽ എവിടെയെങ്കിലും കാണും, നമുക്ക് പെട്ടെന്ന് അവരുടെ അടുത്തോട്ട് എത്തണം എന്ന് പറയുമ്പം നീ കയറ്, നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോരുവാണ്. വഴിയിൽ വെച്ച് വിഘ്നേഷിനെയും രാകേഷിനെയും കാണുന്നു. അന്നേരം വണ്ടി നിർത്തി സംസാരിക്കുന്നതിനിടയ്ക്ക് അനി പറയുന്നുണ്ട്, ആകെ പെട്ടിരിക്കുമായിരുന്നു ഞങ്ങൾ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് വീട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും, അതുകൊണ്ടാണ് നിങ്ങളെ കൂടി വിളിച്ചത് എന്ന് പറയുമ്പം അവർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളോടൊന്ന് സൂചിപ്പിക്കാൻ മേലായിരുന്നോ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കുമ്പം, എടാ അതിന് പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു, ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങോട്ട് പോകുന്നത്, അത് ഇങ്ങനെയായി എന്ന് പറയും. അന്നേരം എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ വരാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, ഇവൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, അത് ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത്
സമയത്താണ് നവീനേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തത്. അത് അതിലേറെ പ്രശ്നമായി. എൻ്റെ വീട്ടിൽ പോയി പറയുകയും ചെയ്തു. അവർക്കെല്ലാവർക്കും ഇപ്പം നവീനേട്ടനും ഞാനും തമ്മിലുള്ള വിവാഹം നടത്തണം. ആ ഒരവസ്ഥയിലിരിക്കുവാണ് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, എടാ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ തുറന്നു പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടാകുവാണെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കുമെന്ന് മുത്തച്ഛനും എല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ തുറന്നു പറഞ്ഞു എന്ന് പറയും. അന്നേരം രാകേഷ് പറയുന്നുണ്ട്, അതേതായാലും നന്നായി, അതിനുള്ള നട്ടല് നീ ഇപ്പോഴെങ്കിലും കാണിച്ചല്ലോ എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, എടാ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് പൊന്മുടിക്ക് പോകുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും. നിങ്ങളും കൂടി ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെറിയൊരു ആശ്വാസമാകും. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എങ്കിലും പ്രശ്നം ഇനിയും തീർന്നിട്ടില്ല. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യണമെങ്കിൽ, നമ്മളെ വീട്ടുകാർ സംശയിക്കാതിരിക്കണമെങ്കിൽ നമ്മളുടെ കൂടെ നവീനേട്ടനും ഉണ്ടായിരുന്നു എന്ന് അവരറിയണം. അങ്ങനെയായിരുന്നെങ്കിൽ പ്രശ്നം സോൾവ് ആയേനെ എന്ന് പറയും. അന്നേരം അതെങ്ങനെയാണ് നവീനെ നമ്മുടെ കൂടെ കൂട്ടുന്നത് എന്ന് അവർ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ നവീനേട്ടനെ വിളിക്കാം, എന്നിട്ട് നവീനേട്ടനെ ഒന്ന് കാണണം എന്ന് പറയാം. എന്നിട്ട് നമ്മളെന്നും കരിക്ക് കുടിക്കാറുള്ള ആ സ്ഥലത്ത് കണ്ടുമുട്ടാം. അവിടെ വെച്ച് നവീനേട്ടനോട് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾ പറയണം, നവീനേട്ടൻ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ പൊന്മുടിയിൽ കൂടിയത് എന്നും. ഈ വിവരം അറിഞ്ഞ് അന്നേരം തൊട്ട് വീട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആകെ പ്രശ്നമാകുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ നവീനേട്ടൻ നമ്മുടെ കൂടെ കൂടുമായിരിക്കും എന്ന് പറയുന്നു. എങ്കിൽ നീ നവീനെ ഒന്ന് വിളിക്കുക എന്ന് പറയുന്നു. അങ്ങനെ നന്ദു നവീനെ വിളിച്ചിട്ട് ഒന്ന് കാണണമെന്ന് പറയുവാണേ. അന്നേരം നവീൻ പറയുന്നുണ്ട്, തിരക്കാണ്, എങ്കിലും നന്ദു വിളിച്ചതല്ലേ, ഞാൻ വരാമെന്ന് പറയുന്നു. എവിടെയാണ് വരണ്ടേന്ന് ചോദിക്കുമ്പം നമ്മളെന്നും കരിക്ക് കുടിക്കാറുള്ള ആ കടയില്ലേ, ആ സ്പോട്ടിലോട്ട് വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഇവർ അങ്ങോട്ട് പോരുവാണ്. ഇവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, കരിക്കൊക്കെ കുടിച്ചുകൊണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നവീൻ വരും. നവീൻ വന്ന് കഴിയുമ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഒത്തുകൂടലുണ്ടായിരുന്നു എങ്കിൽ എന്നെയും കൂടെ വിളിക്കായിരുന്നല്ലോ, അതെന്താ നിങ്ങൾ എന്നെ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കും. അന്നേരം രാകേഷ് പറയുന്നുണ്ട്, അതെ നവീൻ ഒരു കാര്യം നന്ദുവിനോട് പറഞ്ഞില്ലേ, അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് കൂടിയത് എന്ന്. അന്നേരം നവീൻ ചോദിക്കും, ആഹാ അങ്ങനെയാണെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടായി കാണുമല്ലോ, എന്താണ് തീരുമാനം, എന്നിട്ട് തീരുമാനമായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അനു പറയുവാണ്, അതിന് കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു, പക്ഷേ തീരുമാനമായിട്ടൊന്നുമില്ല. നന്ദു നിന്നെ ആ രീതിയിൽ കാണുന്നില്ല, അത് ഞാൻ നിന്നോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കും. അന്നേരം നവീൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഇനിയിപ്പം അല്ലാത്ത രീതിയിൽ കാണാമല്ലോ, ഇതുവരെ കണ്ടില്ലെന്നോർത്ത് ഇനി അങ്ങനെ കാണാൻ മേല എന്നൊന്നും ഇല്ലല്ലോ. ഏതായാലും ഞാൻ എൻ്റെ ഇഷ്ടം ഞാൻ നന്ദുവിനോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ വിവാഹം ഉടനെ നടക്കുകയും ചെയ്യും. എൻ്റെ പെണ്ണായിട്ട് ഇനി ജീവിക്കാനുള്ള ആളല്ലേ, അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുക എന്നൊക്കെ പറയുവാണ് നവീൻ. ഇത് കേൾക്കുന്ന എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അന്നേരം നവീൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഞാൻ ഈ ഇഷ്ടം നന്ദുവിനോടല്ല ആദ്യം പറഞ്ഞത്, ആദ്യം ഞാൻ ഇവനോട് ഇതെല്ലാം തുറന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ അവൻ എന്തുകൊണ്ടാണ് അത് നന്ദുവിനെ അറിയിച്ചില്ല എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ അവളോട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതാണ്, പക്ഷെ നീയാണ് ആള് എന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്ന്. അന്നേരം നന്ദുവും പറയുന്നുണ്ട്, അതെ ശരിയാ, ഈ കാര്യങ്ങളൊക്കെ എന്നോട് ഇവൻ സംസാരിച്ചായിരുന്നു, പക്ഷെ നവീനേട്ടനാണ് ആളെന്ന് അവൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാനത് കേട്ടപ്പോഴേ അവനെ നിരുത്സാഹപ്പെടുത്തി, അതുകൊണ്ടാണ് അവൻ കൂടുതലായിട്ടൊന്നും എന്നോട് സംസാരിക്കാതിരുന്നത് എന്ന് നന്ദുവും പറയും. അന്നേരം ആ പ്രശ്നം ചെറുതായിട്ട് അവിടെ അങ്ങ് സോൾവ് ആയല്ലോ. അന്നേരം നവീൻ പറയുന്നുണ്ട്, അതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ആരോടും പരാതി പറഞ്ഞതൊന്നുമല്ല, ഇനിയും നന്ദുവിന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സമയമുണ്ടല്ലോ, ഏതായാലും ഇപ്പോഴത്തെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു എന്ന് ഞാൻ വീട്ടുകാരോടൊക്കെ പറഞ്ഞോളാം, ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവിടെ ഒത്തുകൂടിയതെന്നും പറഞ്ഞോളാം, അപ്പോൾ പ്രശ്നം തീരുമല്ലോ എന്ന് പറയും. തീരും എന്നുള്ള രീതിയിൽ അവർക്കൊരു ആശ്വാസമായി. അതിനുശേഷം നവീനും നന്ദുവും കൂടെ അവിടുന്ന് പോരുവാണേ. ഈ സമയം നവീൻ മനസ്സിലോർക്കുന്നുണ്ട്, എന്നെയിട്ട് കുറച്ച് വട്ടം കറക്കിയതല്ലേ രണ്ടും, ഇനി നന്നായിട്ട് കുറച്ച് നാൾ നിങ്ങൾ വട്ടം കറങ്ങുക, നന്നായിട്ട് അങ്ങ് വിഷമിക്കുക എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരുടെ വീട്ടിലോട്ട് വരുന്നു. നവീൻ്റെ വണ്ടി വന്ന് നിൽക്കുന്ന കാണുന്നതേ കനക, ഈശ്വര നവീൻ മോനാണല്ലോ, ഇനി വന്നിട്ട് നന്ദു എന്തി എന്ന് ചോദിച്ച് നമ്മൾ എന്ത് പറയും എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്ന് ഗോവിന്ദനും പറയുന്നുണ്ട്. ഏതായാലും ഡോറ് തുറന്ന് നവീൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തിരിക്കുന്ന നന്ദുവിനെ അവർ കാണുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണല്ലോ എന്ന് പറഞ്ഞ് കനകയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അന്നേരം അവർ കയറി വന്ന് കഴിയുമ്പം ഇവളെ എവിടെ നിന്ന് കിട്ടിയതാണ് നവീനെ എന്ന് ചോദിക്കും. അന്നേരം ആൻറ്റി ഞങ്ങൾ എല്ലാവരോടും ഇന്നലെ ഒരുമിച്ചായിരുന്നു പൊന്മുടിയിൽ ഒത്തുകൂടിയത്, ഞങ്ങൾ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒത്തുകൂടിയത്, ഇന്നലെ ഞാൻ ഇവിടെ വന്നൊരു കാര്യം പറഞ്ഞല്ലോ അതിനെപ്പറ്റിയായിരുന്നു ചർച്ച എന്നൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടിയായിരുന്നോ, മോൻ്റെ കൂടെയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കനക പറയുന്നുണ്ട്. അന്നേരം നവീൻ പറയും, ഞങ്ങൾ ചർച്ച നടത്തിയെന്നേ ഉള്ളൂ, അതിലൊരു തീരുമാനമായിട്ടില്ല, ഇപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി നന്ദു എനിക്ക് തന്നിട്ടില്ല എന്ന് പറയും. അധികം കനക, അതിനൊന്നും മോൻ വിഷമിക്കേണ്ട, മോൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ചിങ്ങത്തിൽ തന്നെ ഞങ്ങൾ കല്യാണം നടത്തും, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പം നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം നവീൻ പറയും, ആ
കാര്യം ആൻറ്റി പറയുന്നത് കേട്ടിട്ടും അവളുടെ മുഖത്ത് വലിയ തെളിച്ചമൊന്നും ഇല്ലല്ലോ. ഏതായാലും നിങ്ങളൊന്ന് ഇരുന്ന് സംസാരിക്കുക, എന്നിട്ട് എന്താ തീരുമാനം എന്ന് എന്നെ അറിയിച്ചാൽ മതി. അതിനുശേഷം എനിക്ക് എൻ്റെ വീട്ടിൽ സംസാരിക്കണം. ഞാൻ എൻ്റെ അമ്മയോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് നന്ദുവാണ് എൻ്റെ മനസ്സിലുള്ള പെണ്ണെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമ്മയോടും കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കനക. എന്നാൽ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് നവീൻ പോകാൻ തുടങ്ങുന്നു. അന്തേക്കും കനക അയ്യോ മോനെ പോകില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമോ, കഴിക്കാതെ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം നവീൻ പറയും ഇല്ല ആൻറ്റി ഞാൻ കഴിക്കുന്നില്ല, ഞങ്ങളിങ്ങ് പോരുന്ന വഴിക്ക് കഴിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് നവീൻ അങ്ങ് പോകും. പോയി കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദൻ എന്താ മോളെ നീ ഇങ്ങനെ, നവീൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് മോൾ എന്താ അതിനൊരു പോസിറ്റീവ് റിപ്ലൈ കൊടുക്കാത്തത്, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണം, അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നതേക്കും ദേഷ്യം വരുന്നുണ്ട് നന്ദുവിന്. നന്ദു പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ വഴക്ക് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, ഇനിയും എനിക്ക് സ്വൈര്യം തന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കും, അതാ നല്ലത് എന്ന് പറയുവാണ്. എന്നിട്ട് ഇങ്ങ് കയറി പോയി കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പിള്ളേരെ വഴക്ക് പറയാനൊന്നും പറ്റിയല്ല, നീ ഒരു കാര്യം ചെയ്യുക, അവളെ കുറ്റപ്പെടുത്താതെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നു. അന്നേരം കനക പറയുക അവളോട് കാര്യങ്ങൾ സംസാരിക്കണം, എങ്ങനെയെങ്കിലും നമുക്ക് ഈ വിവാഹം നടത്തിയെടുക്കണം, നവീൻ മോനെ പോലത്തെ ഒരു കൊച്ചിനെ നമുക്കിനി കിട്ടിയല്ല ഗോവിന്ദേട്ട, അതുകൊണ്ട് ഈ വിവാഹം നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എന്ന് ഗോവിന്ദനും പറയുന്നു. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഗോവിന്ദനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.